friends, welcome to the English class from English with SC. Today we are going through the poem A Tiger in the Zoo by Leslie Norris in the First Flight Class 10 English Chapter 3. A Tiger in the Zoo. A Tiger in the Zoo എന്ന ക്ലാസ് 10 CBSE ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ചാപ്റ്റർ 3 ആണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പോയത്തിൻ്റെ ഐഡിയ എന്താണെന്ന് നോക്കാം. ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം എന്ന് പറയുന്നത് ദ പോം എ ടൈഗർ ഇൻ ദ സൂ ബൈ ലെസ്ലി നോറിസ്. ദ പോയറ്റ് ട്രൈസ് ടു ഡെപ്പിക്ട് ദ മെൻ്റൽ കണ്ടീഷൻ ഓഫ് എ കേജ്ഡ് ടൈഗർ. He compares the life of a tiger in the zoo with life in its natural habitat. The poet conveys an important message that the wild animals should be in their natural habitat. He heightens the contrast between freedom and captivity. Very impressively, he shows us how love for freedom is the natural instinct of every living being. നമ്മൾ പറയാറുണ്ട്, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന ഈ കവിവാക്യത്തോട് വളരെ അധികം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ പോയം. അതായത് ബന്ധിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്തത് മരണത്തെക്കാൾ ഭയാനകം എന്ന ഒരു കാര്യമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ പോയിറ്റ് പറയുന്നത് ഒരു കേജ്ഡ് ടൈഗറിൻ്റെ അല്ലെങ്കിൽ കൂട്ടിലകപ്പെട്ട ഒരു ടൈഗറിൻ്റെ മെൻ്റൽ കണ്ടീഷനെയാണ്. അപ്പം പോയിട്ട് പറയുന്നത് ദ വൈൽഡ് ആനിമൽസ് ഷുഡ് ബി ഇൻ ദ നാച്ചുറൽ ഹാബിറ്റാറ്റ്. അതുപോലെ അദ്ദേഹം ഫ്രീഡത്തിനെയും ക്യാപ്റ്റിവിറ്റിയെയും പരസ്പരം കോൺട്രാസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയത്തിൻ്റെ ഓരോരോ സ്റ്റാൻസ വേസിൽ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത് നോക്കാം. He stalks in his vivid stripes the few steps of his cage on paths of velvet quiet in his quiet rage. ഓക്കെ, അപ്പോൾ ഇവിടെ ആ പോയറ്റ് ഒരു ടൈഗറിൻ്റെ ആ കേജിലായിപ്പോയ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാതെ കിടക്കുന്ന ആ ടൈഗറിൻ്റെ മെൻ്റൽ കണ്ടീഷനെ അല്ലെങ്കിൽ ടൈഗറിനെയാണ് ഇവിടെ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അതായത് പോയറ്റ് പറയുന്നത് ഹി സ്റ്റോക്സ് ഇൻ ഹിസ് വിവിഡ് സ്ട്രൈപ്സ്. സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ സ്ട്രൈഡ് അല്ലെങ്കിൽ ടു മൂവ് ക്വൈറ്റ്ലി, വളരെ പതിയെ നടക്കുന്നു. സ്ട്രൈപ്സ് ദ ഫ്യൂ സ്റ്റെപ്സ് ഓഫ് ദിസ് കേജ്. ഈ കേജിലൂടെയാണ് അവൻ നടക്കുന്നത്. ഓൺ പാഡ്സ് ഓഫ് വെൽവെറ്റ് ക്വൈറ്റ്. പാഡ്സ് എന്ന് പറയുമ്പോൾ ഈ കടുവയുടെ അല്ലെങ്കിൽ ടൈഗറിൻ്റെ ഫൂട്ടിൻ്റെ അടിയിലെ സോഫ്റ്റ് പാർട്ടിലാണ്. അതിൽ അവൻ ക്വൈറ്റ് റേജിലാണ്, വളരെ വലിയ ആങ്കറിലാണ്. ഇവിടെ പോയിട്ട് സീസ് എ ടൈഗർ ലോക്ക്ഡ് ഇൻ എ കോൺക്രീറ്റ് സെൽ ഇൻ ദ സൂ. It's a very small cage. Okay, the tiger can hardly take a few steps along the length of the cage, and he looks majestic as he slowly moves up and down in this cage. The sharp and clear stripes on his body are of strong bright color. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ് കളറിലുള്ള പാഡ്സാണ്. അതുപോലെ അത് വെൽവെറ്റ് സോഫ്റ്റ് ആണ്. ബട്ട് നൗ ഹി ലൈസ് ഇംപ്രിസൻഡ് ആയിട്ട് അദ്ദേഹം അത് ബാഴ്സിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ ടൈഗർ ആണെങ്കിലോ വളരെ വലിയ ആങ്കറിയിലാണ്. ബിക്കോസ് ഇറ്റ് നോസ് ദാറ്റ് നോ ബഡി വിൽ ഹെൽപ്പ് ഹിം. ഓക്കെ, ഒന്നിനും തന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് ടൈഗറിന് നന്നായി അറിയാം. ഓക്കെ, അതായത് പോയിട്ട് പറയുന്നത് ഹി സ്റ്റോക്സ് ഇൻ ഹിസ് വിവിഡ് സ്ട്രൈപ്സ്. സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ സ്ട്രൈഡ് അല്ലെങ്കിൽ ടു മൂവ് ക്വൈറ്റ്ലി, വളരെ പതിയെ നടക്കുന്നു. സ്ട്രൈപ്സ് ദ ഫ്യൂ സ്റ്റെപ്സ് ഓഫ് ദിസ് കേജ്. ഈ കേജിലൂടെയാണ് അവൻ നടക്കുന്നത്. ഓൺ പാഡ്സ് ഓഫ് വെൽവെറ്റ് ക്വൈറ്റ്. പാഡ്സ് എന്ന് പറയുമ്പോൾ ഈ കടുവയുടെ അല്ലെങ്കിൽ ടൈഗറിൻ്റെ ഫൂട്ടിൻ്റെ അടിയിലെ സോഫ്റ്റ് പാർട്ടിലാണ്. അതിൽ അവൻ ക്വൈറ്റ് റേജിലാണ്, വളരെ വലിയ ആങ്കറിലാണ്. ഇവിടെ പോയിട്ട് സീസ് എ ടൈഗർ ലോക്ക്ഡ് ഇൻ എ കോൺക്രീറ്റ് സെൽ ഇൻ ദ സൂ. It's a very small cage. Okay, the tiger can hardly take a few steps along the length of the cage, and he looks majestic as he slowly moves up and down in this cage. The sharp and clear stripes on his body are of strong bright color. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ് കളറിലുള്ള പാഡ്സാണ്. അതുപോലെ അത് വെൽവെറ്റ് സോഫ്റ്റ് ആണ്. ബട്ട് നൗ ഹി ലൈസ് ഇംപ്രിസൻഡ് ആയിട്ട് അദ്ദേഹം അത് ബാഴ്സിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ ടൈഗർ ആണെങ്കിലോ വളരെ വലിയ ആങ്കറിയിലാണ്. ബിക്കോസ് ഇറ്റ് നോസ് ദാറ്റ് നോ ബഡി വിൽ ഹെൽപ്പ് ഹിം.
ഓക്കെ, ഒന്നിനും തന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് ടൈഗറിന് നന്നായി അറിയാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻസയ്ക്ക് ശേഷം സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് കിടക്കാം. He should be lurking in shadow, sliding through long grass near the water hole where plump deer pass. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? ദ പോയിറ്റ് ഇമാജിൻസ് ദ ലൈഫ് ഓഫ് ദ ടൈഗർ ഇൻ ദ ജംഗിൾ. അപ്പോൾ ഇവിടെ പറയുന്നത് ജംഗിളിലെ പോയിട്ട് ടൈഗറിൻ്റെ ലൈഫ് എങ്ങനെയാണെന്നാണ്. ഹി ഡിസ്ക്രൈബ്സ് ദ അതർ സൈഡ് ഓഫ് ദ ടൈഗർ വെൻ ഹി ഈസ് എ ഫ്രീ അനിമൽ. Then the poet says, in the natural habitats, that is the dark forest, the tiger would have been lying in the shadow of the tree or hiding in the long grass to prevent other animals from noticing his movement. അപ്പോൾ ടൈഗർ ഡാർക്ക് ഫോറസ്റ്റിൽ അവിടെ ഏതെങ്കിലും ട്രീയുടെ അടിയിൽ കിടക്കുകയോ ഇല്ലെങ്കിൽ ലോങ് ഗ്രാസിൻ്റെ അടിയിൽ ഹൈഡ് ചെയ്യുകയോ ഒളിച്ചിരിക്കുകയോ ഒക്കെ ചെയ്യായിരിക്കാം. ഇൻ ദിസ് വേ ഹി വുഡ് റീച്ച് ദ വാട്ടർ ഹോൾ വെയർ ഓൾ ദ ആനിമൽസ് ഓഫ് ദ ഫോറസ്റ്റ് കെയിം ടു ഡ്രിങ്ക് വാട്ടർ. When a deer would pass through the water hole, he would attack him and have him as a meal or for the day. അപ്പോൾ ഈ ടൈഗർ എവിടെയാണെങ്കിൽ ഫോറസ്റ്റിലാണെങ്കിൽ ഒരു ഡിയറിനെ കണ്ടാൽ അപ്പോൾ തന്നെ അതിൻ്റെ മുകളിലേക്ക് ചാടി വീണ് അതിനെ ഭക്ഷണമാക്കാം, ഇല്ലെങ്കിൽ ഭയപ്പെടുത്താം. അപ്പോൾ എന്നിട്ട് പിന്നെ പറയാണ്, he should be snarling around houses at the jungle's edge, baring his white fangs, his claws, terrorizing the village. അപ്പോൾ പിന്നെ പറയുന്നത് എന്താണ്? The poet says the tiger would be growling at the edge of the jungle near the village. വില്ലേജിനടുത്തുള്ള ജംഗിളിനടുത്തുള്ള വില്ലേജിലൊക്കെ ചെന്നിട്ട് അവരെയൊക്കെ പേടിപ്പിക്കാം. The tiger would show his white, long, sharp teeth and long carved nails while moving here and there to scare the villagers. എന്നിട്ട് അതിൻ്റെ ടീത്തും നെയിൽസും ഒക്കെ കാണിച്ചിട്ട് വില്ലേജേഴ്സിനെ പേടിപ്പിക്കാം. അപ്പോൾ ഇവിടെ പോയിറ്റ് എന്താണ് പറയുന്നത്? ഹിയർ ദ പോയിറ്റ്സ് വാണ്ട് ടു കൺവേ ദാറ്റ് ഇഫ് വി ഡിസ്ട്രോയ് ദ ഫോറസ്റ്റ് ദെൻ ടൈഗേഴ്സ് വിൽ ഫോഴ്സ്ഫുള്ളി കം ഔട്ട് ടു ടൗൺസ് ആൻഡ് വില്ലേജസ് ഫോർ ദെയർ ഫുഡ്. ദസ് ദേ വിൽ ബിക്കം ദ കോസസ് ഓഫ് ദ ടെറർ ടു ഹ്യൂമൻസ്. അപ്പോൾ നമ്മൾ ഈ പരിസ്ഥിതി അല്ലെങ്കിൽ ഈ കാടിനെ നശിപ്പിക്കുകയാണെങ്കിൽ അവ എന്ത് ചെയ്യാം? ചിലപ്പോൾ നാടുകളിലേക്ക് വന്ന് ആളുകളെ ഭയപ്പെടുത്തുകയും ആളുകളെ കീഴ്പ്പെടുത്തുകയും ചെയ്തേക്കാം എന്ന് പറയണം. പിന്നെ പോയിട്ട് എന്താണ് പറയുന്നത്? ബട്ട് ഹി ഈസ് ലോക്ക്ഡ് ഇൻ എ കോൺക്രീറ്റ് സെൽ, ഹിസ് സ്ട്രെങ്ത് ബിഹൈൻഡ് ബാർസ്, stalking the length of his cage, ignoring visitors. He hears that last voice at night, the patrolling cars, and stares with his brilliant eyes at the brilliant stars. പിന്നെന്താണ് പറയുന്നത്? The poet stops imagining the tiger's forest life and returns to the real condition. അപ്പം പോയിട്ട് ടൈഗറിൻ്റെ ഫോറസ്റ്റ് ലൈഫിൻ്റെ ഇമാജിനേഷനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് റിയൽ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് പോയിട്ട് പറയാണ്, ദ ടൈഗർ ഈസ് ലോക്ക്ഡ് ഇൻ എ സ്ട്രോങ് സെൽ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റേഡി മെറ്റീരിയൽ. വളരെ കട്ടി കൂടിയ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഒരു കോൺക്രീറ്റ് സെല്ലിനകത്താണ് നമ്മുടെ ടൈഗർ ഇപ്പോൾ. ഹി ഹാസ് ഓൾ ദ സ്ട്രെങ്ത് ആൻഡ് പവർ. നല്ല കഴിവും ആരോഗ്യവും തൻ്റെടവും ഒക്കെ ഉണ്ട്. പക്ഷേ ഹി ഈസ് സ്റ്റിൽ ബിഹൈൻഡ് ബാസ്. അവ ബാസിനകത്താണ്. The tiger moves slowly and quietly in his cage and pays no attention to people who are coming to see him. അപ്പോൾ ഈ ടൈഗർ മൂവ് സ്ലോലി ആൻഡ് ക്വൈറ്റ്ലി ഇൻ ഹിസ് കേജ്. ആ കേജിനകത്താണ്. അതുപോലെ പ്യൂപ്പിൾ അതിനെ കാണാൻ വരുന്ന ഈ സൂനിലേക്ക് വരുന്ന ആളുകളെ ഒന്നും തന്നെ അത് ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് പോയിട്ട് പറയാണ്, ദ ടൈഗർ ഡസ് നോട്ട് സ്ലീപ്പ് അറ്റ് നൈറ്റ്. അതൊരിക്കലും രാത്രി ഉറങ്ങുന്നില്ല. പിന്നെയോ ഹി ഹിയേഴ്സ് ദ സൗണ്ട് ഓഫ് ദ പട്രോളിംഗ് കാർ. പട്രോളിങ്ങിന് വേണ്ടി പോകുന്ന കാറുകളുടെ ശബ്ദം അത് കേൾക്കുന്നു. The noise of the patrolling car disturbs the tiger and does not allow him to sleep. അപ്പോൾ ഈ കാറുകളുടെ ശബ്ദം അതിനെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല. He keeps staring at the stars with his brilliant eyes. എന്നിട്ടോ അത് എന്ത് ചെയ്യുന്നു? സ്റ്റാർസിനെ നോക്കി ഇങ്ങനെ കണ്ണും നട്ടിങ്ങനെ കിടക്കുകയാണ്. He gets lost in his thoughts and wonders why he has been imprisoned in the cage. എന്നിട്ട് അത് ആലോചിക്കുകയാണ്, എന്നെ എന്തിനു വേണ്ടിയാണ് ഈ കേജിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് എന്ന് ഈ ടൈഗർ ഇൻ ദ സൂ ഇങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം he is not like to see or notice the people who are coming there to see him. അതിനെ നോക്കാനും അതിനെ ശ്രദ്ധിക്കാനുമായിട്ട് വരുന്ന ഒരാളിനെ പോലും ആര് നോക്കുന്നില്ല? നമ്മുടെ ഈ ടൈഗർ ഇൻ ദ സൂ നോക്കുന്നതേയില്ല, ശ്രദ്ധിക്കുന്നതേയില്ല. അപ്പോൾ ഇവിടെ ഈ പോയിറ്റ് വളരെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്,
സ്വാതന്ത്ര്യം തന്നെ, അതായത് മരണത്തെക്കാൾ ഭയാനകമാണ് പാരതന്ത്ര്യം എന്ന ഒരു ഐഡിയ ആണ് പോയിട്ട് ഇവിടെ നമുക്ക് തരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വളരെ ചെറിയ പോയമാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയമാണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പൊയറ്റിക് ഡിവൈസസിനെ കുറിച്ച് കൂടി ഞാനൊന്ന് പറയാം. ഇത് ഫസ്റ്റ് റെപ്പിറ്റീഷനാണ്. ഇവിടെ നമ്മൾ വെൽവെറ്റ്, ക്വൈറ്റ്, ക്വൈറ്റ് റൈറ്റ്, ബ്രില്യൻറ്റ് ഐസ്, ബ്രില്യൻറ്റ് സ്റ്റാർസ്, ഇങ്ങനെ വെൽവെറ്റ്, ക്വൈറ്റ്, ക്വൈറ്റ് ഇങ്ങനെ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കൺസണൻറ്റ് സൗണ്ട്സ്. ഇതിന് റെപ്പിറ്റീഷൻ. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ലെസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ലെസൺ വളരെ ഇമ്പോർട്ടൻ്റായി തന്നെ പഠിക്കുക, പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. മുമ്പുള്ള ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ആദ്യമായി കാണുന്നവർ ആ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. Signing off.